ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IPO ആണ് വരാൻ പോകുന്നത്. റിലയൻസ് ജിയോന്റെ IPO ആണ്. അതും ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ IPO ആകാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റിംഗ് ആണ്. റിലയൻസ് ജിയോന് ഏകദേശം 53 കോടി ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് അമേരിക്കയുടെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ മൊബൈൽ ഇന്റർനെറ്റ് യൂസേഴ്സിൽ വലിയൊരു ഭാഗവും ജിയോ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് 60% ജിയോ നെറ്റ്വർക്ക് ത്രൂ ആണ് ഡാറ്റ ട്രാഫിക്കുകൾ നടക്കുന്നത്. ഇനി കുറച്ച് IPOസിന്റെ ഡാറ്റാസ് നോക്കിയാലോ. പേടിഎം വന്നത് 18,300 കോടി രൂപയുടെ IPO ആയിട്ടാണ്. അതുപോലെ LIC വന്നത് 21,000 കോടി രൂപയുടെ IPO ആയിട്ട്. ഹ്യൂണ്ടായി ആകട്ടെ 27,000 കോടി രൂപയുടെ IPO ആയിട്ടാണ്. പിന്നെ ഇനി വരാൻ പോകുന്നത് NSE ആണ്. NSEയുടെ ഏകദേശം 30,000 കോടിയുടെ IPO വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ജിയോ ആകട്ടെ 32,000 മുതൽ 37,000 കോടി രൂപ വരെ ആകാനുള്ള സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ IPO റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ജിയോയ്ക്ക് ചാൻസ് ഉണ്ട് എന്നർത്ഥം. 2020 ജിയോ ഒരു ഫണ്ട് റൈസ് ചെയ്തിരുന്നു. അന്ന് മെറ്റ, ഗൂഗിൾ, KKR, വിസ്റ്റ, സിൽവർ ലേക്ക്, മുംബാല ഇവരെല്ലാവരും ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെറ്റ മാത്രം ഏകദേശം 43,000 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഗൂഗിൾ ആകട്ടെ 33,000 കോടി രൂപയും. ആകെ അന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ജിയോ റേസ് ചെയ്തത് 1,50,000 കോടി രൂപയുടെ അടുത്താണ്. ഈ ഒരു IPOയിൽ ലേറ്റസ്റ്റ് ഫയലിംഗ് പ്രകാരം മെറ്റയും ഗൂഗിളും ഷെയർസ് വിൽക്കുന്നില്ല. അതായത് 2020 അവരിട്ട ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും അവർ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. സിമ്പിളായി പറഞ്ഞാൽ അവർ ഇപ്പോഴും ജിയോയുടെ ഫ്യൂച്ചർ ഗ്രോത്തിൽ കോൺഫിഡൻസ് വെച്ചിട്ടുണ്ട്. റിലയൻസ് ജിയോ വെറും ഒരു ടെലികോം കമ്പനി മാത്രമല്ല. ജിയോ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഫൈബർ ബ്രോഡ്ബാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പ്ലാൻസ് വരെ അവർക്കുണ്ട്. അതായത് റിലയൻസ് ജിയോ ടെലികോം കമ്പനിയിൽ നിന്നും ടെക്നോളജി പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, റിലയൻസ് ഇൻഡസ്ട്രീസിന് ഇന്ന് ജിയോയിൽ 66% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 53 കോടി യൂസേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം, അതും 60% ഇന്ത്യയുടെ ഡാറ്റ ട്രാഫിക് ഉള്ള ഒരു നെറ്റ്വർക്ക്. മെറ്റ, ഗൂഗിൾ പോലുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്ലോബൽ എന്റർപ്രൈസ്. അതാണ് ഇപ്പോൾ 32,000 കോടി രൂപയിലധികം വരുന്ന ഒരു വലിയ IPO ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു IPO ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു IPO ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.